പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ന്യൂസ് 8 ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇ കെ അബ്ദുൽ കലാം പള്ളുരുത്തി. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം UDF അധികാരത്തിൽ കയറിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളെങ്കിലും ഒരു സാധാരണ നിലയിൽ ഒരു 6 മാസം വരെ സമയം ജനങ്ങൾ കൊടുക്കും. ഈ 6 മാസം വരെയുള്ള സമയം കൊടുക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തെ ഭരണ മികവും കൂടി വിലയിരുത്തിക്കൊണ്ടിട്ടാണ്. പക്ഷേ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രവാസികളുടെ ക്ഷേമ പെൻഷൻ മുടക്കേണ്ട വല്ല കാര്യമുണ്ട്. ഖജനാവിൽ 6000 കോടി രൂപയോളം ബാക്കി വെച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇറങ്ങിപ്പോയിട്ടുള്ളത്. അത് സത്യമാണെന്ന് വിവരാവകാശ നിയമപ്രകാരം ഉള്ള ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷനുകൾ മുടക്കം വരുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന 1000 രൂപ നിർത്തലാക്കി. കഴിഞ്ഞ സർക്കാർ നിലവിലുണ്ടായിരുന്നപ്പോൾ അത്തരത്തിലുള്ള പ്രവാസി ക്ഷേമ പെൻഷനുകളിൽ ഉൾപ്പെടെ പെരുന്നാൾ ആഘോഷമാകുമ്പോൾ 2 മാസം കൊടുക്കുമായിരുന്നു. അത് വിഷുവിനും ആയാലും ബക്രീദിനായാലും ക്രിസ്മസിനായാലും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ക്ഷേമ പെൻഷനുകൾ അവർ മുടക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വളരെ ആശങ്കാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആശങ്കകൾ എന്തു തന്നെയായാലും പ്രവാസി ക്ഷേമ പെൻഷൻ മുടക്കരുത്. അത് ഓരോ പ്രവാസിയും വർഷങ്ങൾ കൊണ്ടിട്ടുള്ള അവൻ്റെ അധ്വാനം സർക്കാരിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടിട്ടാണ് ആ പെൻഷനുകൾ വാങ്ങുന്നത്. സർക്കാർ വെറുതെ തരുന്ന ഒരു ധനസഹായമല്ല ആ ക്ഷേമ പെൻഷൻ. അതുകൊണ്ട് അതിന് മുടക്കം വരുത്തിയാൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ പ്രവാസി സമൂഹം തയ്യാറാകേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി ന്യൂസ് 8 ചാനൽ നൽകുകയാണ്.